മത്സരിച്ചത് NDA മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. പക്ഷെ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായിട്ട് എല്ലാ ആൾക്കാരും എന്നെ സഹായിച്ചിട്ടുണ്ട്, എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ചർച്ചകളും സംസാരങ്ങളുമെല്ലാം ഇന്നുകൊണ്ട് അവസാനിക്കുന്നു. ഇനി നമ്മൾ മുന്നോട്ട് രാഷ്ട്രീയമില്ലാതെ, ജാതിമത വർണ്ണവർണ്ണ ഭേദമില്ലാതെ ഞാൻ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും കൂടെ എപ്പോഴും ഓടിയെത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അത് ജയിച്ചാലും തോറ്റാലും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ വിജയിച്ചു വന്നിരിക്കുകയാണ്. എന്നോടൊപ്പം മത്സരിച്ച മറ്റ് 2 സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. അവരോടും നന്ദി. അതോടൊപ്പം എന്നെ അനുഗ്രഹിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി വോട്ടുകൾ ചെയ്യുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും എത്രത്തോളം പറഞ്ഞാലും തീരില്ല. അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുന്നു, കൂടെ ഉണ്ടാവും, കൂടെപ്പിറപ്പായി, അനിയനായി, സുഹൃത്തായി, മകനായി, ഏത് സമയത്തും ഏതൊരാവശ്യത്തിനും ഒരു മെമ്പർ എന്നതിലുപരിയായിട്ട് നിങ്ങളുടെ ഒരു അനുജനായിട്ടും മകനായിട്ടും എല്ലാം ഏത് സമയത്തും എന്തൊരാവശ്യത്തിനും ഞാൻ ഓടിയെത്തും എന്ന ഒരു ഉറപ്പ് വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്. എല്ലാവരോടും നന്ദി എന്ന 2 വാക്കിൽ ഒതുങ്ങില്ല. എല്ലാവരോടും സ്നേഹവും. ഒന്നും കൂടുതലായിട്ട് പറയാൻ എനിക്ക് വാക്കുകളില്ല. നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. യഥാർത്ഥ വിധി ഇവിടെ 6-ാം വാർഡിൽ കൊടുങ്ങാ വാർഡിൽ സംഭവിച്ചു. രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ലാതെ നടന്നു എന്നേ ഉള്ളൂ. ഈ നാടിനെ പറ്റി കൃത്യമായി അറിയാവുന്ന, നാടിനെ ഗ്രഹിച്ചിട്ടുള്ള അർഹതയുള്ള സ്ഥാനാർത്ഥി, ജനങ്ങൾക്ക് ഏത് രീതിയിലും ഏത് പ്രവർത്തനവും ചെയ്ത് ഏത് സഹായവും ചെയ്ത് എന്നും കൂടപ്പുറപ്പ് പോലെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ജയിച്ചിരിക്കുന്നത്. അത് BJPക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടായിരിക്കും. അതാണ് BJPയുടെ ഉദ്ദേശവും.